ഏത് ഗിഫ്റ്റാ വേണ്ടെന്ന് ചോദിക്കണം. അവനിപ്പോ ഓക്കെ ആയില്ല അമ്മേ. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? നോ നോ നെവർ. എൻഗേജ്മെന്റിന്റെ ചെലവ് ഞങ്ങൾ നോക്കാന്നാ പറഞ്ഞത്. പക്ഷേ അവര് അത് ശരിയാവില്ല, പകുതി ഞങ്ങൾ വഹിച്ചോളാന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് ഇവിടുന്ന് പോയത്. ശരി അമ്മേ, എല്ലാം ഭംഗിയാവട്ടെ. ഇന്നിവിടുന്ന് പോയവരൊക്കെ എൻഗേജ്മെന്റ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതാ എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ നടന്നതൊന്നും ആരും ഒരിക്കലും അറിയില്ലേ. അച്ഛനും അമ്മയും വീട്ടിൽ വന്നത് മുതല് എന്തെങ്ങനെ കഥ കടച്ചിട്ടിരുന്ന് സംസാരിക്കുന്നേ? അവര് വേദാന്തിന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ തന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാ അപശകുനം പറയില്ലെന്ന് പറഞ്ഞ് അമ്മ വെറുതെ എന്നെ ചീത്ത പറയും. ഇപ്പൊ പോയിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാലും അവരെന്താ സംഭവിച്ചതെന്നൊന്നും പറയാൻ പോകുന്നില്ല. എന്നാലും എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? ആരോടൊന്ന് ചോദിക്കാൻ പറ്റാ? എനിക്ക് മെസ്സേജ് അയക്കുന്ന ആ രാക്ഷസി കാരണം ഓഫീസിലെ വർക്കൊക്കെ വീട്ടിൽ വന്ന് ചെയ്യേണ്ട അവസ്ഥയായി. ഛേ, ഇനി ആ സുമേഷ് ബാക്കി നോക്കട്ടെ. എനിക്കിനി വയ്യ. ഹലോ. അച്ഛനും അമ്മയും നിങ്ങളുടെ വീട്ടിൽ വന്നത് മുതല് ആകപ്പാടെ ഡള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്താ സംഭവിച്ചേ? എക്സ്ക്യൂസ് മീ, ഞാൻ നിന്റെ അമ്മയുടെ മോനാണോ അതോ നിന്റെ കാമുകനോ ഭർത്താവോ എന്തെങ്കിലും ആണോ? ഫോൺ വിളിക്കുന്നതിനൊരു സമയവും കാലവും ഒക്കെ ഇല്ലേ? നിന്റെ ഈ പരാതിയും പുരാണങ്ങളൊന്നും കേൾക്കലല്ല എന്റെ ജോലി. ഹലോ മിസ്റ്റർ അഹങ്കാരി, പെട്ടെന്ന് നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? ഞാൻ എന്ത് ചെയ്തെന്നേ പറയുന്നേ? ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എന്താ പറയണ്ടേ? സാർ ബിസിയാണോ? ഇപ്പൊ സംസാരിക്കാൻ പറ്റോ എന്നൊക്കെ ചോദിക്കാതെ ഇങ്ങോട്ട് കയറി സംസാരിച്ചാലോ? ആദ്യം നീ മാനേഴ്സ് എന്താന്ന് പഠിക്കേ. ആർക്ക് എത്ര മാനേഴ്സ് കൊടുക്കണോ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെ അതെ, ഇതിന് മാത്രം നിനക്കൊരു കുറവുമില്ലല്ലോ. പക്ഷെ ജീവിതത്തിൽ വരുമ്പോ നീ വെറും ഒരു വട്ട പൂജ്യം തന്നെയാ. അല്ല, മെച്ചൂരിറ്റി തീരെയില്ലാത്ത നിന്നെ കെട്ടിക്കാൻ നോക്കുകയല്ലേ നിന്റെ അച്ഛനും അമ്മയും? അങ്ങനെ ആരെങ്കിലും നിന്നെ കെട്ടിക്കൊണ്ടുപോയാ ആ കെട്ടുന്നവന്റെ അവസ്ഥ എത്ര കഷ്ടമായിരിക്കും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത്രയൊക്കെ കഥ പറയാൻ നിങ്ങൾക്ക് ഇപ്പൊ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെന്നല്ലേ അതിന്റെ അർത്ഥം? ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലാത്ത. ഞാൻ നേരെ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങളല്ലേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ ഓരോന്ന് പറയുന്നേ? എടി, നീ എന്താ വഴക്കിടാൻ വേണ്ടി വിളിച്ചാണോ? അത് എന്റെ ഡയലോഗാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ചോദിച്ചാൽ ആദ്യം ഉത്തരം പറ. എന്നോട് ഓർഡർ ചെയ്യാൻ നീ ആരാടി? ഞാനത് നിന്റെ സ്പിയെ വല്ലതും ആണോ നീ പറയുന്നത് മാത്രം കേൾക്കാൻ വേണ്ടി? മിസ്റ്റർ അഹങ്കാരി, സോറി വേദാന്ത്. ഷട്ട് അപ്പ്. നിന്റെ ലോ സ്റ്റോക്കിന് എനിക്ക് സമയമില്ല. ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. ഫോൺ വെക്കേ. ഒരു ആവശ്യമില്ലാതെ ആ അഹങ്കാരിയെ വിളിക്കണ്ടായിരുന്നു. എനിക്കാ ബുദ്ധിയില്ലാത്ത. അതെ, നമുക്ക് പെട്ടെന്ന് താഴേക്ക് പോകാം. നമ്മൾ ഇത്രയും നേരം പുറത്തു വരാത്തത് കണ്ടിട്ട് ഇവിടെ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് അവർക്കൊക്കെ തോന്നിക്കാണും. ഇനി അവർക്ക് ടെൻഷൻ ഒന്നും കൊടുക്കണ്ട. നമ്മള് എല്ലാ കാര്യങ്ങളും ദൈവഹിതം പോലെ തന്നെ നടക്കും. അതെങ്ങനെ നടക്കും പ്രമി? ഒന്നും രണ്ടൊന്നുമല്ല, അവര് പറഞ്ഞ പ്രകാരം 12 ലക്ഷം വേണം. ആ നശിച്ച ഗൗതം കാരണം ഉണ്ടായ കടം പോലും തീർന്നിട്ടില്ല. അതും സത്യം തന്നെയാണ്. വീട്ടിലുള്ളതെല്ലാം എടുത്ത് വിറ്റാ പോലും 2 ലക്ഷം കിട്ടില്ല. ബാക്കി 10 ലക്ഷത്തിന് എവിടെ പോവും? കടം വാങ്ങാന്ന് വെച്ചാൽ അതിനുള്ള വകയും നമുക്കില്ല. ചോദിക്കാന്ന് വിചാരിച്ചാ ആരും നമ്മളെ വിശ്വസിക്കുകയില്ല. ഈ കാര്യത്തെപ്പറ്റി എത്ര തന്നെ സംസാരിച്ചാലും വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കും. എങ്ങനെയെന്നുള്ളൊരു ചോദ്യം അല്ലാതെ ഉത്തരം ഒന്നും കിട്ടില്ല. കിട്ടിയേ പറ്റൂ. കിട്ടിയില്ലെങ്കിൽ ഈ നിശ്ചയം നടക്കില്ലല്ലോ. ഇപ്പൊ തന്നെ ഈ അവസ്ഥ, അപ്പൊ കല്യാണത്തിന്റെ കാര്യം എന്താവും? അയ്യോ, ഇങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ് വെറുതെ ടെൻഷൻ ആവല്ലേ. അവര് വീട്ടിൽ വന്നൊന്ന് നിശ്ചയം നടത്തണ്ടെന്ന് ഏതെങ്കിലും മണ്ഡപത്തിൽ വെച്ച് നടത്തുമെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അവരാണെങ്കില് ഹോട്ടൽ ലീല പാലസ് എന്നൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അവരെ പറഞ്ഞ ഹോട്ടലില് അവിടെ പോയി ഒന്ന് ആഹാരം കഴിക്കുന്ന പോട്ടെ, അതിനകത്ത് പോയി കാണാനുള്ള യോഗ്യത പോലും നമുക്കില്ല.
പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നാ? അവരുടെ ബുദ്ധിയൊക്കെ എനിക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് വിക്കിയുടെയും ആരതിയുടെയും കല്യാണം നടക്കുന്നതിന് ഇഷ്ടമല്ലെന്ന്. അയ്യോ, ഇങ്ങനൊന്നും പറയില്ല നിങ്ങള്. അവരുടെ സ്ഥാനത്ത് നിന്ന് അവർ സംസാരിക്കുന്ന ശരിയായ കാര്യം തന്നെയാ. അപ്പൊ മുതൽ നീ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നും പറയുന്നു, അവർ ചെയ്തത് തെറ്റല്ലെന്നും പറയുന്നു. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? പെൺമക്കളെ പെറ്റ് അവരെ നല്ല രീതി വളർത്തി അവരുടെ ഭാവിയെപ്പറ്റി സ്വപ്നങ്ങൾ കണ്ട് അവരുടെ സുഖവും സന്തോഷവുമാണ് എനിക്ക് സ്വർഗമെന്ന് എന്റെ മനസ്സിൽ ആഴത്തിലങ്ങ് പതിഞ്ഞുപോയി. ഒരു വശത്ത് ആ വലിയ വീട്ടിലേക്കാണ് എന്റെ മകൾ മരുമകളായിട്ട് പോകുന്നത്. അവരുടെ മുന്നോട്ടുള്ള ജീവിതമെങ്കിലും സന്തോഷകരമായിട്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് അവൾക്കൊരിക്കലും ഉണ്ടാവില്ലേ എന്ന് സമാധാനം കൂടി എനിക്കുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ കല്യാണം നടത്തണമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. നീ പറഞ്ഞ സത്യം തന്നെയാ പ്രമേ. സ്വർണം കിട്ടണമെങ്കിൽ ഭൂമി കുഴിച്ചല്ലേ പറ്റൂ. എന്നാ കുഴിക്കാൻ വേണ്ടി ഒരു കമ്പി പോലും കയ്യിലില്ലല്ലോ പ്രമേ. ആ പെണ്ണൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ രാത്രി മെസ്സേജ് അയക്കും, പിന്നെ കുറച്ച് ദിവസത്തിന് മെസ്സേജും ഉണ്ടാവില്ല. അത് നല്ല കാര്യമാ. എനിക്ക് തലവേദന ഇല്ലല്ലോ. ചിലപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ബോറടിച്ചിട്ട് അവളായിട്ട് തന്നെ നിർത്തി പോയതായിരിക്കും. ദിസ് ഇസ് ഗുഡ്. ഇത്രയും ഹോൺ അടിച്ചിട്ട് ആരും കേൾക്കുന്നില്ലേ? അല്ല, ആര് നിങ്ങളോ? ഓ, നീയായിരുന്നോ? രാവിലെ തന്നെ ഈ വായാടി എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? എന്താടോ മന്ത്രമൊക്കെ ചൊല്ലുന്നേ? ഒന്നുമില്ല ചേച്ചി, ഇന്നെന്റെ ജാതകപ്രകാരം അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാ തോന്നുന്നത്. ആ കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്താ നിനക്ക് മനസ്സിലായേ? പാമ്പ് വൈരാഗ്യം 12 വർഷം കൊണ്ടു നടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി അതുപോലെ തന്നെ പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചോണ്ട് നടക്കുകയാണല്ലേ? ഇത് നിന്റെ കടയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ വിട്, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഒന്ന് സഹായിക്കോ? ഈ ഇരുമ്പുവണ്ടി തുരുമ്പുകലേക്ക് കൊടുക്കാൻ ഞാൻ പണ്ടേ ചേച്ചിയോട് പറഞ്ഞതല്ലായിരുന്നോ? അന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇപ്പൊ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ? എന്റെ റാണിയെ പറ്റി വല്ലതും പറഞ്ഞ നിന്റെ പല്ലടിച്ച് ഞാൻ വായിലിട്ട് നോക്കിക്കോ. അതൊക്കെ വിട്. നീ പറഞ്ഞതുപോലെ ഞാൻ എന്റെ റാണിയെ വിൽക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. അമൂല്യല്ലേ ഇത്? ആ ആക്രി വണ്ടി വെച്ചോണ്ട് ഇവളാ കടയ്ക്ക് മുന്നിൽ നിന്ന് എന്തായി ചെയ്യുന്നേ? എന്താ ചേച്ചി പറഞ്ഞത്? ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. എടോ, വെറുതെ കളിയാക്കല്ലേ. നീ ശരിക്കും കേട്ടൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കേട്ട് ചേച്ചി, പക്ഷെ എനിക്ക് ശരിക്കത് മനസ്സിലായില്ല. ഈ തുരുമ്പ് പിടിച്ച പാട്ട വണ്ടിയാണോ? അല്ലല്ല, റാണിയെ ജീവൻ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിൽക്കാൻ എൻട്രി കാവ്യമാധവനെ പോലെ തന്നിട്ട്
ഒരുമാതിരി സീരിയലിലെ നായികമാരെ പോലെ വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുവാണല്ലോ. എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി വന്നിരിക്കുന്നത് ജ്വല്ലറി ഷോപ്പിലേക്കൊന്നും അല്ല, പണയം വെക്കാൻ കൊടുക്കുന്നത് സ്വർണ്ണവും അല്ല. ഈ പാട്ടവണ്ടി വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് ഓർത്തിട്ടാ. ഇത് വിറ്റ് കഴിഞ്ഞാ ഒരുപാട് കാശ് കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്നാ ഒരുപാട് കാശ് കിട്ടാൻ വേണ്ടി വിൽക്കാൻ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അല്ല ചേച്ചി, ഇത് വിൽക്കാനാണോ പണയം വെക്കാനാണോ? ആക്രിക്കടയിലും പണയം വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ? എല്ലാവർക്കും ഇല്ല. ചേച്ചിക്ക് വേണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് തരാം, അത്രേ നടക്കത്തുള്ളൂ. ഒരുപാട് ഇഷ്ടമുള്ള സാധനം വിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, എനിക്കറിയാം. അതുകൊണ്ടാ ഒരു സ്പെഷ്യൽ ഓഫർ തന്നത്. ഞാനും ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ആളാ. സുഖം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണേ റാണി. ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്ക് ചെയ്യുമായിരുന്നെങ്കിലും വഴിയിലിടയ്ക്ക് നിന്നു പോവായിരുന്നെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോ തന്നെ സ്റ്റാർട്ട് ആവുമായിരുന്നല്ലോ. എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നീ പോവായിരുന്നു. എന്റെ എല്ലാ ഫീലിങ്സും നിനക്ക് മനസ്സിലാകുന്ന എനിക്ക് എപ്പോഴും നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പൊ നിന്നെ ഇവിടെ വിൽക്കാൻ പോകുന്ന കാര്യം നിനക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? നീ ഒട്ടും വിഷമിക്കല്ലേ, ഞാൻ നിന്നെ മറക്കില്ല. എന്റെ അവസ്ഥ കുറച്ച് നേരെയായി കഴിയുമ്പോ വീണ്ടും ഞാൻ നിന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. അതുപോലെ ഞാൻ നിന്നെ മാറ്റി നിർത്തുകയാണെന്ന് നീ വിചാരിക്കല്ലേ. മക്കളെ നമ്മൾ ദൂരെയുള്ള ബോർഡിംഗ് സ്കൂളിലൊക്കെ കൊണ്ടുവിടില്ലേ, ഇത് നീ അതുപോലെയാണെന്ന് കരുതിയാ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ നിന്നെ കണ്ടിട്ട് പൊക്കോളാം. നീ ഒട്ടും വാശി പിടിക്കല്ലേ, നീ എന്റെ പൊന്നല്ലേ. അപ്പൊ ചേച്ചി ഇതിനെ പണയം വെക്കാൻ തന്നെ തീരുമാനിച്ചു? അതെ, സത്യം പറഞ്ഞ എന്റെ റാണിയെ വിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ശരി ചേച്ചി, എന്നാ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും ആരും കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് ചിലപ്പോ ഇത് റാണിയായിരിക്കും, വാങ്ങുന്നവന് ഉപയോഗമില്ലേ, പിന്നെ ഇത് ആരും കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഇവളെ വേഗം വന്ന് കൊണ്ടുപോകും. നന്നായിട്ട് നോക്കിക്കോണേ ഇവളെ. ചേച്ചി അത് അവിടെ വെച്ചിട്ടെങ്ങാനും പൊക്കോ. ശരി, ഇതിന് എത്ര രൂപ കിട്ടും? നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടാ ഞാനിത് എടുക്കാന്ന് തന്നെ തീരുമാനിച്ചേ. ഒരു 5000 രൂപ തന്നേക്കാം. 10 ലക്ഷത്തിന് 5000 കിട്ടിയിട്ട് എന്താ കാര്യം ദൈവമേ. അയ്യോ എന്താ ചേച്ചി, എന്തു പറ്റി? കൂടുതലൊന്നും ചോദിക്കല്ലേ, ഇതേ തരാൻ പറ്റൂ. പണയം വെച്ച ഇത്രയല്ലേ കിട്ടൂ. അപ്പൊ വിറ്റ് കഴിഞ്ഞ എത്ര രൂപ കിട്ടും? എന്തിനാ ചേച്ചി? വിറ്റ് കഴിഞ്ഞ എത്ര കിട്ടും പറ. ഒരു 7000 രൂപ തരാം ഞാൻ. അതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്, നടക്കത്തില്ല. ശരി, എങ്കിൽ ഞാൻ ഇവിടെ വിൽക്കാം. ഇന്ന പൈസ, ഇത് 7000 രൂപയുണ്ട്. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ എന്നോട് ക്ഷമിക്ക റാണി. വിക്കില്ലാന്ന് കള്ളം പറഞ്ഞിട്ട് എനിക്ക് വിൽക്കേണ്ടി വന്നില്ലേ? ഇത്രയും നാളും ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായി. ഇപ്പൊ വിറ്റ കാര്യം നിനക്ക് മനസ്സിലാവല്ലേ? ഒരു പ്രാവശ്യം കൂടെ നിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഐ ആം സോറി റാണി. നീ ഇപ്പൊ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മോ. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. വിറ്റപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയത്
വെറും 7000 രൂപ മാത്രം. എന്നാ 7000 രൂപ പോലും എന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് തന്നെയാ. 10 ലക്ഷത്തില് 7000 കൊണ്ട് ഒന്നും ആവില്ല. എന്നാ ഇത്രയെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ? ചേച്ചി, ല്ലേ പണം ഇന്ന് കിട്ടും, നാളെ പോവും. പക്ഷേ അതിലും വലിയ കാര്യമാണ് മനുഷ്യത്വം. ജീവന് തുല്യം കൊണ്ട് നടന്ന വണ്ടി ഞാൻ വാങ്ങിയാലേ അതെനിക്ക് ഉപയോഗം ഉണ്ടാവില്ല. അതാണ് മനുഷ്യത്വം. ഫ്രണ്ട്സുമായിട്ടൊക്കെ പാർട്ടി നടത്താൻ ഇതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തതായിട്ട് തോന്നുന്നു എനിക്ക്. എടുത്തോ. നിങ്ങളും പാവപ്പെട്ടവൻ തന്നെയല്ലേ, കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഫ്രീ ആയിട്ട് കാശ് വാങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ 7000 രൂപ വെച്ചോണ്ട് വല്ല വേൾഡ് ടൂറിനും പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ചേച്ചി അത് വിട്ടേക്ക്. ചേച്ചിക്ക് എന്ന് കാശുണ്ടാകുന്നോ അന്ന് തിരിച്ചു തന്നാ മതി. ഒരുപാട് നന്ദിയുണ്ട്. കാശ് കിട്ടുമ്പോ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു തന്നേക്കാം. അർജന്റ് ഒന്നുമില്ല. ഇന്ന് എന്റെ ജാതകത്തിലെ ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. അതാണിത്. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാട്ടോ. ഈ വണ്ടി അവൾക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കണം. അവൾക്ക് ഇത്രയും കാശ് വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ വണ്ടി അവൾക്ക് ജീവനാണ്. അപ്പൊ ശരി. താങ്ക് യു. മാണിക്കച്ചിറകുള്ള മാറത്ത് കുളിരുള്ള വായാടി പക്ഷിക്കൂട്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ തിരക്കിട്ട് പോകുമ്പോഴാണ് എനിക്ക് കോള് വരിക. ഒന്നില്ലെങ്കിൽ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ടോയ്ലറ്റിലിരിക്കുമ്പോ. ഇതിനും മാത്രം ആളുകൾ കറക്റ്റ് അതേ സമയം നോക്കിയിട്ട് മൊബൈലിൽ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശേ,
ഇന്ന് തന്നെ ആരതിക്ക് വേറെ റിംഗ് ടോൺ വെക്കണം, ഇല്ലെങ്കിൽ അത് ശരിയാവൂല. ഹലോ ആരതി, ഒന്നും കേൾക്കുന്നില്ല. റേഞ്ച് ഇല്ല അവിടെ. മൊത്തം ശൂശു എന്നുള്ള സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് പിന്നെ വിക്കി, ഹലോ, നീ കരയാണോ? എന്താ പറ്റി? എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വിക്കി. ഡൗട്ടോട് കൂടി കോൾ ചെയ്യല്ലേ, ഒരുപാട് പ്രശ്നവും. ലൈഫിൽ എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കണം. എന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കേ. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിശ്ചയത്തിന്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് സംസാരിച്ചു എന്നല്ലേ പറഞ്ഞ. അതിന്റെ പേരിൽ അച്ഛനും അമ്മയും വളരെ വിഷമിച്ചിരിക്കുക ഇപ്പൊ. വാട്ട്? ഞാൻ ഇന്നലെ തന്നെ അമ്മയടുത്ത് ചോദിച്ചതാണല്ലോ, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അവിടെ എന്താ ശരിക്കും സംസാരിച്ചതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല വിക്കി. എന്താ ചോദിക്കാഞ്ഞേ? ഞാൻ ചോദിച്ചപ്പോ എല്ലാം നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നാ എന്നോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളൊക്കെ കാര്യം അറിയുന്ന. ഇത്രയധികം കാശ് മുടക്കി നിശ്ചയം നടത്താനുള്ള കഴിവൊന്നും എന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല. ഞാൻ മിക്കയെ ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ പേരിൽ അവരെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടിരിക്കാന്ന് തോന്നുന്നു. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് അവരെന്റെ കല്യാണം നടത്താൻ നോക്കുന്നത് നമ്മുടെ കല്യാണം നിന്നു പോകുന്നുള്ള പേടി കൊണ്ട് മാത്രമാണ്. ഇത്രയധികം കഷ്ടപ്പാടുകൾ ഉണ്ടാവെങ്കിൽ എനിക്ക് കല്യാണത്തിന്. ദൈവം ഇത് അങ്ങനൊന്നും പറയല്ലേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആവും, പേടിക്കണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിക്കി. എല്ലാം ശരിയാവും, ഞാൻ സംസാരിച്ചോളാം. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. What the hell, man? ഇപ്പൊ എന്താ സ്ട്രൈക്ക് ആണോ അതോ മുടക്കാണോ? ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിക്കുന്നു. അതെ, ഞാൻ നിന്നെ വിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു ചീത്ത അമ്മയാ, നീ ഒരു നല്ല മോള്. ഇപ്പൊ സമാധാനായി. വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നത് ഇങ്ങനെയാ. പൂജ ചെയ്യാൻ ഒരു കാലോ സമയമൊക്കെ ഇല്ലേ? ഈ നേരത്താണോ പൂജ ചെയ്യുന്നേ? അകത്തേക്ക് എടുത്തോണ്ടോ. വിക്കിയുടെ മുറി ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, നീ അത് ചെയ്തോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിക്കിയുടെ മുറി ക്ലീൻ ചെയ്യണം. അയ്യോ എടാ, ലെഫ്റ്റ് സൈഡിൽ ബോൾ വരുമ്പോൾ റൈറ്റ് സൈഡിലാണോ ബോൾ ചെയ്യുന്നത്? ആരാടാ നിന്നെ പഠിപ്പിച്ചത്? അവൻ ഒറ്റയ്ക്ക് തന്നെ ഒന്നും നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. അപ്പോഴടുത്തത് എടാ മന്ദബുദ്ധി, ലാസ്റ്റ് ഓവറിലെ പന്തായിരുന്നടാ അത്. ഇവന്റെ ഒക്കെ ഒരു കാര്യം. ഇന്ത്യയുടെ കളി ഇങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റസ് തന്നെ നശിച്ചതാ. എന്തായാലും എനിക്ക് ക്രിക്കറ്റ് അറിയാവുന്ന മനസ്സിലാവൂല്ലോ. ഹലോ പ്രഭാകര, അത് ഹൈലൈറ്റ്സാ, ലൈവ് ഒന്നും അല്ല. നീ ഇനി എത്ര സ്റ്റാറ്റസ് നന്നാക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ നിനക്കൊരു വില ഇട്ടിട്ടുണ്ട്, അത് മാറാൻ പോകുന്നില്ല. ഹൈലൈറ്റ്സാ? വെറുതെ സമയം കളഞ്ഞത് മിച്ചം. എന്ത് ചെയ്യാനാ? ഇത്രയും ദേഷ്യം ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ആൺകുട്ടികൾക്ക് അഹങ്കാരം, പെൺകുട്ടികൾക്ക് വാശി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. നിന്നെ റാണിന്ന് വിളിക്കുമ്പോ പെണ്ണല്ലേ നീ? വാശി അത്ര നല്ലതല്ല. ഇനി എന്താ, ഞാൻ നിന്റെ കാലിൽ വീഴണോ? ഏതാ നിന്റെ കാലെന്ന് പറഞ്ഞാ ഞാൻ വേണമെങ്കിൽ അതും കൂടി ചെയ്യാം. ഈ നടുറോട്ടിൽ വെച്ച് ഇതുപോലെ എന്നെ നാണം കെടുത്തല്ലേ? നീ എന്റെ പൊന്നല്ലേ. എടി റാണി, നീ എന്റെ വീട്ടിലെ അംഗമാണെങ്കിൽ എന്റെ വീടിന്റെ അവസ്ഥയെങ്കിലും മനസ്സിലാക്കണ്ടേ? ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ചേച്ചിയുടെ എൻഗേജ്മെന്റ് നടക്കാൻ വേണ്ടിയാന്ന് എനിക്കറിയില്ലേ? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഗതികേട്, നിനക്ക് ഇംഗ്ലീഷും അറിയില്ല. മുറ്റ പൊന്നെ തേന് ചക്കര ഒന്ന് സ്റ്റാർട്ട് ആവടി. എന്റെ ചക്കരയല്ലേ. മദർ ഇന്ത്യ, മദർ ഇന്ത്യ, ഞാൻ കേട്ട സത്യമാണോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പ്ലീസ്, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം എന്താ? നീ എന്താ കേട്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആർതിയുടെ വീട്ടുകാരോട് എൻഗേജ്മെന്റ് വളരെ ഗ്രാൻഡായിട്ട് നടത്തി തരാൻ പറഞ്ഞിരുന്നോ?
അത് ശരിയാണോ?